നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബി.ജെ.പി. നേതാവ് പ്രതിയായ പാലത്തായി പീഡനക്കേസിൽ തലശ്ശേരി പോക്സോ അതിവേഗ കോടതി ജഡ്ജി ജലജ റാണിയാണ് ബി.ജെ.പി. നേതാവും അധ്യാപകനുമായ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. മാഹിയിലെ കുട്ടികൾക്ക് ഉന്നത പഠനവും ജോലിയും ഉറപ്പാക്കാൻ മുൻകൈയെടുക്കുമെന്ന് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ. സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ ഉടൻ നിയമിക്കുമെന്നും ലഫ്റ്റനന്റ് ഗവർണർ. ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് മൈതാനത്ത് നിന്ന് ആരംഭിച്ച റാലി സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരന്നു. തലശ്ശേരി നഗരസഭയിൽ ഉൾപ്പെടെ NDAക്ക് നല്ല വിജയസാധ്യതയുണ്ടെന്ന് BDJ സംസ്ഥാന സെക്രട്ടറി E. മനീഷ്. കണ്ണൂർ ജില്ലയിൽ മത്സരിക്കാൻ തീരുമാനിച്ച BDJ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. പാലത്തായി പീഡനക്കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. അധ്യാപകനും BJP നേതാവുമായ കുനിയിൽ പത്മരാജനാണ് കേസിലെ പ്രതി. തലശ്ശേരി പോക്സോ അതിവേഗ കോടതി ജഡ്ജി ജലജ റാണിയാണ് വിധി പറയുക. ബലാത്സംഗം, പോക്സോ എന്നിവ തെളിഞ്ഞു. ജീവപര്യന്തമോ വധശിക്ഷയോ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് സ്കൂളിലെ 9 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിച്ചുവെന്ന കേസിലാണ് വിധി. 4ാം ക്ലാസ്സുകാരിയെ സ്കൂൾ ശുചിമുറിയിൽ പീഡിപ്പിച്ചുവെന്ന വിവാദ പോക്സോ കേസിൽ വിചാരണ നേരിട്ട അധ്യാപകൻ കുറ്റം ചെയ്തതായി ഹാജരാക്കപ്പെട്ട സാക്ഷികൾ, രേഖകൾ, ബന്ധപ്പെട്ട വക്കീലുകളുടെ വാദം എന്നിവയിലൂടെ തലശ്ശേരി അതിവേഗ പ്രത്യേക കോടതി കണ്ടെത്തി. BJP പ്രാദേശിക നേതാവും പാലത്തായി UP സ്കൂൾ അധ്യാപകനുമായ കടവത്തൂർ മുണ്ടത്തോട് കുറുങ്ങാട്ടുകുനിയിൽ പത്മരാജനാണ് കുറ്റാരോപിതനായി വിചാരണ നേരിട്ടിരുന്നത്. അതിജീവിത ഉൾപ്പെടെ 40 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. 87 രേഖകളും കോടതി മുൻപാകെ ഹാജരാക്കി. കൗൺസിലർമാരടക്കം 3 സാക്ഷികളെയാണ് പ്രതിഭാഗം വിസ്തരിച്ചത്. ക്രൈംബ്രാഞ്ചാണ് പ്രതിക്കെതിരെ പോക്സോ ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചത്. 2020 മാർച്ച് 17-നാണ് അധ്യാപകനെതിരെ പെൺകുട്ടിയുടെ മാതാവ് ചൈൽഡ് ലൈനിലും പോലീസിലും പരാതി നൽകിയത്. അന്ന് പാനൂർ SHO ആയിരുന്ന TP ശ്രീജിത്താണ് കേസെടുത്തത്. പ്രതി സ്കൂളിൽ അവധിയായിരുന്ന ദിവസം പീഡന തീയതിയാക്കിയായിരുന്നു SHO കേസെടുത്തിരുന്നത്. പെൺകുട്ടിയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാതെ BJP-കാരനായ പ്രതിക്ക് വേണ്ടി പോലീസ് നിലകൊണ്ടെന്ന ആരോപണം പാലത്തായി പീഡനക്കേസിനെ കൂടുതൽ വിവാദത്തിലാക്കിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. പാലത്തായിയിൽ സ്വന്തം അധ്യാപകന്റെ പീഡനത്തിനിരയായ കുഞ്ഞിന് ലഭിച്ച വലിയ നീതിയാണ് കോടതി വിധിയെന്ന് കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PM ബാസുരി പറഞ്ഞു. ഒരുപാട് ബുദ്ധിമുട്ട് ആ കുഞ്ഞ് സഹിച്ചിട്ടുണ്ട്. അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ നീതിയാണ് ഈ വിധിയെന്നും അഡ്വക്കേറ്റ് PM ബാസുരി പറഞ്ഞു. ബന്ധപ്പെട്ട് ഏറ്റവും നല്ല, അതായത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളുടെ കൂടെ നിയമവും ജുഡീഷ്യറിയും അവരുടെ കൂടെയുണ്ട് എന്നും അവരുടെ ഒരു കാര്യത്തിലും ഇടപെടരുത് എന്നുള്ള ശക്തമായ ഒരു മെസ്സേജാണ് ഇന്നത്തെ ഈ ഒരു വിധിയോടുകൂടി നമുക്ക് ലഭിക്കുന്നത്. ഈ കേസിൽ വിക്ടിമാണ് വെറും ഒരു 10 വയസ്സുകാരി പെൺകുട്ടിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് അന്വേഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ ഈ ഒരു കേസിൽ ഇടപെടുകയും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തുകയും പോക്സോ ആക്ട് പ്രകാരമുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ വരികയും അതിന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് ആ കുഞ്ഞിന് സഹിച്ചിട്ടുണ്ട്. സെക്ഷൽ ഹരാസ്മെന്റ് എന്നത് തെളിഞ്ഞിട്ടുണ്ട്. പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടാണ് നടന്നത്. കുട്ടി ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ച അധ്യാപകനാണ് കുറ്റം ചെയ്ത ആൾ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ബന്ധം അയാൾ ദുരുപയോഗം ചെയ്തെന്നും ബാസുരി പറഞ്ഞു. അത് സംബന്ധിച്ച വകുപ്പും ചേർത്തിട്ടുണ്ട്. 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞായതിനാൽ FLM എന്ന വകുപ്പാണ് ചേർത്തത്. അതിനാൽ പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കും. ആദ്യം പോക്സോ ആക്ട് പ്രകാരം FIR ഇട്ടിരുന്നു. എന്നാൽ മെഡിക്കൽ എവിഡൻസ് നിലനിൽക്കെ ജുവനൽ ജസ്റ്റിസ് ആക്ട് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യം കുറ്റപത്രം വന്നത്. അതാണ് കുഞ്ഞിനോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയെന്നും ബാസുരി പറഞ്ഞു. ലൈംഗിക പീഡനം നടന്നിട്ടും ചില പോലീസ് ഉദ്യോഗസ്ഥർ വെറും ബാലപീഡനം മാത്രം ആക്കിക്കൊണ്ടാണ് കുറ്റപത്രം നൽകിയത്. ഇതാണ് കേസിലുണ്ടായ ഒരു ദുരന്തമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ K. അജിത് കുമാറും പറഞ്ഞു. സെക്സ്വൽ ഇന്റർകോഴ്സ് നടത്താൻ ശ്രമിച്ചു എന്നായിരുന്നു കുട്ടിയുടെ ബന്ധുക്കളടക്കമുള്ള ആരോപണം. അങ്ങനെയാണ് എഫ്ഐആർ ഇട്ടതെങ്കിലും പിന്നീട് അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചിലർ
അവരുടെ വെറും കുട്ടികളെ ബാലപീഡനം മാത്രം ആക്കിക്കൊണ്ടാണ് കുറ്റപത്രം കൊടുത്തത്. അതിനെതിരെ അന്നത്തെ പ്രോസിക്യൂഷൻ ഹെഡായിട്ടുള്ള നമ്മളെ BP ശശീന്ദ്രൻ വക്കീലടക്കം കോടതിയിൽ പരാതി കൊടുക്കുകയും കുട്ടിയുടെ ഉമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇതിൽ തന്നെ രാഷ്ട്രീയ അന്തർനാടകം എന്നൊക്കെ പല പരാതികളും ആദ്യം ലൈംഗിക പീഡനമെന്നാണ് FIR ഇട്ടതെങ്കിലും പിന്നീട് അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ ബാലപീഡനം മാത്രം ആക്കിക്കൊണ്ടാണ് കുറ്റപത്രം കൊടുത്തത്. അതിനെതിരെ അന്നത്തെ പ്രോസിക്യൂഷൻ ഹെഡായിട്ടുള്ള BP ശശീന്ദ്രൻ അടക്കം കോടതിയിൽ പരാതി നൽകുകയും കുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. TK രത്നകുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം നടത്തിയത്. കുറ്റപത്രം കൊടുത്ത രത്നകുമാറിനും ടീമിനും പ്രോസിക്യൂഷൻ അഭിനന്ദനം അർപ്പിക്കുന്നതായും K അജിത് കുമാർ പറഞ്ഞു. മാഹിയിലെ കുട്ടികൾക്ക് ഉന്നത പഠനവും ജോലിയും ഉറപ്പാക്കാൻ മുൻകൈയെടുക്കുമെന്ന് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K കൈലാസനാഥൻ. സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ ഉടൻ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതുച്ചേരി വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള മാഹി മേഖലാതല ശിശുദിനാഘോഷം ചാലക്കര PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം കുട്ടികളോടുള്ള മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ലഫ്റ്റനന്റ് ഗവർണർ. സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ അടക്കമുള്ളവരെ ഉടൻ നിയമിക്കുമെന്ന് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K കൈലാസനാഥൻ പറഞ്ഞു. പുതുച്ചേരി വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള മാഹി മേഖലാതല ശിശുദിനാഘോഷം ചാലക്കര PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം കുട്ടികളോടുള്ള മുഖാമുഖം പരിപാടിയിൽ കുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരമായാണ് അദ്ദേഹം പറഞ്ഞത്. ഡെവലപ്മെന്റിനെ പറ്റി ചിന്തിച്ചിരുന്നു. പക്ഷേ മയ്യഴിയോടെ എനിക്കൊരു പ്രത്യേകം സ്നേഹമുണ്ട്. ബിക്കോസ് ഞാൻ വടകരയിൽ നിന്ന് വരുന്നവൻ, എൻ്റെ സ്വദേശം വടകരയാണ്. അപ്പം ഈ ഒരു കൊല്ലം 2 മാസത്തിൽ ഇത് എൻ്റെ 4ാമത്തെ വിസിറ്റാണ് മാഹിയിലേക്ക്. അപ്പം എല്ലാം മാഹിയിലെ എന്തെന്തൊക്കെ കുറവുണ്ട് അതൊക്കെ പഠിച്ചിട്ട് അത് ഓരോരോ പ്രാവശ്യം തിരിച്ചു പോകുമ്പോഴും അതിനുള്ള പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഐ ഹാവ് ടേക്കൺ. ഒന്നാമതായിട്ട് മാഹിയിലേക്ക് ആരും സ്റ്റാഫ് വരില്ല. ഗവൺമെൻറ് സ്റ്റാഫ് വിൽ നോട്ട് കം. ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പണിയെടുക്കുന്നത് പോണ്ടിച്ചേരിയിലായിരിക്കും. ഞാൻ ആദ്യം ഇട്ട ഓർഡർ, ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ശമ്പളം പഠിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പഠിച്ച് ഇവിടെ ഒരു ITIയിലെ ഇൻസ്ട്രക്ടേഴ്സ് എല്ലാവരും പണിയെടുക്കുന്നത് പോണ്ടിച്ചേരിയിൽ, ശമ്പളം പങ്കെടുക്കുന്ന മാഹിയിലാണ്. എന്നിട്ട് അവിടുത്തെ റിസൾട്ടായി 26%. ഒന്നുമില്ലെങ്കിൽ ഈ ITIയിൽ നിന്ന് പഠിച്ച് പുറത്ത് വന്നാൽ, കുട്ടികൾ വന്നാൽ അവർക്ക് ഇന്ത്യ മുഴുവൻ ഗൾഫിലും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോളിടെക്നിക്കിൽ. അതുകൊണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ അതേമാതിരി ഹെൽത്ത് ഫെസിലിറ്റീസ് അതിനും ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രയത്നങ്ങൾ നടന്നിട്ടുണ്ട്. ഇതല്ലാണ്ട് ഞാനിപ്പം വേറെ മീറ്റിങ്ങിൽ ഞാൻ സംസാരിക്കാൻ വന്നിട്ട് ഇവിടെ ജിപ്മറിൻ്റെ ഒരു ശാഖ എങ്ങനെ കൊണ്ടുവരാമെന്ന് അതിനുള്ള ആരംഭ ചർച്ചകൾ ബിക്കോസ് കാര്യങ്ങളെല്ലാം ജ്ഞാനത്തിനുണ്ടെങ്കിൽ എന്തുകൊണ്ട് മാഹിക്ക് ജിപ്മർ ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. അതേമാതിരി പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഇന്നും അധികം കോഴ്സുകൾ കൊണ്ടുവരാൻ എങ്ങനെ പറ്റും. മാഹിയിലെ കുട്ടികൾക്ക് ഉന്നത പഠനവും ജോലിയും ഉറപ്പാക്കാനുള്ള മുൻകൈ എടുക്കുമെന്നും ജവഹർലാൽ നെഹ്റു വിഭാവനം ചെയ്തതുപോലെ ഈ രാജ്യത്തിന്റെ ഭാവി കുട്ടികളുടെ കയ്യിലാണെന്നും വിഷൻ ഇന്ത്യ 2047 നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം കുട്ടികളിലാണെന്നും ഗവർണർ പറഞ്ഞു. പണ്ഡിറ്റുടെ പ്രശസ്തമായ വാക്കുകൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കോട്ട്, ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തും. നമ്മൾ അവരെ എങ്ങനെ വളർത്തുന്നു എന്നത് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കും. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഭാരതത്തെ മുന്നോട്ട് നയിക്കേണ്ടവർ. രാജ്യത്തിൻ്റെ ഭാഗത്തെ രൂപപ്പെടുന്നത് ക്ലാസ് മുറികളിൽ നിന്നാണെന്ന് നാം എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണല്ലോ. രാഷ്ട്ര നിർമ്മാണത്തിലും വികാസത്തിലും കുട്ടികൾക്കുള്ള പങ്കിനെക്കുറിച്ചും അറിവും സ്വഭാവ മഹിമയും ശാസ്ത്രാഭിരുചിയും ഉന്നതമായ സാമൂഹിക കാഴ്ചപ്പാടുകളും ആർജിച്ചുകൊണ്ട് ഉത്തമ പൗരന്മാരായി വളരാനുള്ള കുട്ടികളുടെ അവകാശത്തിന് രാഷ്ട്രം നൽകുന്ന വലിയ പരിഗണനയെക്കുറിച്ചും ഊന്നിപ്പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള പ്രയാണത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച ജവഹർലാൽ നെഹ്റു എന്ന പ്രതിഭാശാലിയായ നേതാവിൻ്റെ ജന്മദിനം
നാം ഇന്ന് ശിശുദിനമായി ആഘോഷിക്കുന്നു. പുതുച്ചേരി നിയമസഭാ സ്പീക്കർ ആർ സെൽവം അധ്യക്ഷനായി. அதில் குறிப்பாக மாஹே பகுதியைச் சேர்ந்த இந்த ஆண்டு நடைபெற்ற தேர்விலே SSLC தேர்விலே மாஹே பகுதியில் படிக்கின்ற அத்தனை மாணவர்களும் CBSE எனப்படும் அந்த மாண்புமிகு பாரத பிரதமர் நரேந்திர மோடி அவர்களால் கொண்டு வரப்பட்ட தேசிய கல்விக் கொள்கையிலே 100% விழுக்காடை வெற்றி கொடுத்த ஒரு பகுதியாக மாஹே பகுதி விளங்குகிறது. அதற்கு மாஹே பகுதியைச் சேர்ந்த அத்தனை ஆசிரியர் பெருமக்களுக்கும் மாணவ செல்வங்களுக்கும் முதற்கண் என்னுடைய நெஞ்சார்ந்த வாழ்த்துக்களையும் பாராட்டுகளையும் முதற்கண் தெரிவித்துக் கொள்கின்றேன். രമേശ് പറമ്പത്ത് MLA മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ബഹുമാനനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ രാജ്യത്തോട് പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ പിഞ്ചുകുഞ്ഞും ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ പ്രാപ്തരാകുന്ന രീതിയിൽ അവർ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെയും കൊച്ചുകുട്ടികളെയും ഏറെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്ന് ശിശുദിനമായി നമ്മളെല്ലാവരും ആഘോഷിച്ചു വരികയാണ്. ഈ ഒരു ദിവസത്തിൽ ഇവിടെ വന്നെത്തിയ ബഹുമാനനായ നമ്മുടെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കൃഷ്ണമോഹൻ ഉപ്പു IAS, പുതുച്ചേരി ആരോഗ്യ വകുപ്പ് സെക്രട്ടറി യാസിൻ M ചൗധരി IAS, മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D മോഹൻകുമാർ, മാഹി പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിനയ് കുമാർ ഗാഡ്ഗെ IPS, വിദ്യാഭ്യാസ വകുപ്പ് മേലധ്യക്ഷ MM തനൂജ എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഗവർണർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. Senior LP painting competition, St. Teresa High School Standard JPS painting competition. Second position goes. Third position. Thank you. Nishika Ranjit Kalyani, 9th. Second position goes to Allocation Allocation. Second prize goes to Steve. Third position goes. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കലക്ട്രേറ്റ് മൈതാനിയിൽ നിന്നും ആരംഭിച്ച റാലി സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ സ്കൂളുകളിലെ NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരന്നു. കണ്ണൂർ കലക്ടറേറ്റ് മൈതാനത്തിൽ നിന്നും ആരംഭിച്ച റാലി സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇവിടെ ഇന്ന് കുട്ടികളുടെ സ്പീക്കറെയൊക്കെ കാണുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലാ ശിശുക്ഷേമ സമിതി ഒരു ജില്ലാതല പ്രസംഗ മത്സരം നടത്തുകയും അതിലൂടെ ഒരു പ്രധാനമന്ത്രിയായി ഈ അലങ്കരിച്ച വാഹനത്തിൽ ഒരു ശിശുക്ഷേമ സമിതിയുടെ റാലിയിൽ പങ്കെടുത്തതിൻ്റെയൊക്കെ ഓർമ്മകൾ ഏറെ മനോഹരമായിട്ട് ഇന്നും മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിവിധ സ്കൂളുകളിലെ NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരന്നു. തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൊതുസമ്മേളനം കുട്ടികളുടെ പ്രധാനമന്ത്രി റിസ ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ പ്രസിഡന്റ് ആഹ്ലാദ രാജേഷ് അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ സ്പീക്കർ കൃഷ്ണേന്ദു രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് കലക്ടർ എസ്തദ മുഫ്സിർ ശിശുദിന സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരവും അസിസ്റ്റന്റ് കലക്ടർ വിതരണം ചെയ്തു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ D ഷൈനി, സംസ്ഥാന ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് P സുമേശൻ, ശിശുക്ഷേമ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് NT സുധീന്ദ്രൻ, കണ്ണൂർ തഹസിൽദാർ ആഷിഖ് തോട്ടാൻ, കണ്ണൂർ DEO V ദീപ, കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക K ജ്യോതി എന്നിവർ പങ്കെടുത്തു.
NDAയിൽ സഖ്യകക്ഷിയായ BDJS ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ മത്സരിക്കാൻ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തലശ്ശേരി നഗരസഭയിൽ ഉൾപ്പെടെ NDAക്ക് നല്ല വിജയസാധ്യതയുണ്ടെന്ന് BDJS സംസ്ഥാന സെക്രട്ടറി E. മനീഷ് തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് 7-ാം വാർഡ് കൊട്ടിയൂർ ഡിവിഷനിൽ BDJS ജില്ലാ സെക്രട്ടറി MK പ്രഭാകരൻ മത്സരിക്കും. പേരാവൂർ ബ്ലോക്ക് കോളയാട് ഡിവിഷനിൽ BDJS മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് മോഡി രാജേഷ്, കൂത്തുപറമ്പ് നഗരസഭയിൽ 16-ാം വാർഡിൽ നരവൂർ സെന്ററിൽ കൂത്തുപറമ്പ് മുനിസിപ്പൽ പ്രസിഡന്റ് വിരേഷ് ബാബു കടക്കാത്ത്, പാനൂർ മുനിസിപ്പാലിറ്റി 30-ാം വാർഡിൽ പുത്തൻപറമ്പിൽ BDJS ജില്ലാ സെക്രട്ടറി AK രാജീവൻ, തൃപ്പങ്ങോട്ടൂർ വാർഡ് 8 ചെറ്റക്കണ്ടിയിൽ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി K ദിനേശൻ, വാർഡ് 11 കുനിപ്പറമ്പ് വാർഡിൽ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, കേളകം പഞ്ചായത്ത് 1-ാം വാർഡ് കണ്ടേരിയിൽ BDJS പേരാവൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ പനക്കൽ, വാർഡ് 2 ചെട്ടിയാമ്പറമ്പിൽ സണ്ണി കണ്ടിയാനാൽ എന്നിവർ മത്സരിക്കുമെന്ന് BDJS സംസ്ഥാന സെക്രട്ടറി E. മനീഷ്, ജില്ലാ പ്രസിഡന്റ് പൈലി വാത്യാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് കൊട്ടിയൂർ ഡിവിഷനിലാണ് BDJS മത്സരിക്കുന്നത്. BDJSന്റെ കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറി MK പ്രഭാകരനാണ് കൊട്ടിയൂർ ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പേരാവൂർ ബ്ലോക്കിലാണ് BDJS മത്സരിക്കുന്നത്. അതിലെ കോലിയാട് ഡിവിഷനിൽ നിന്ന് BDJSന്റെ മട്ടന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് മോഡി രാജേഷാണ് ജനവിധി തേടുന്നത്. വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി പ്രവർത്തിക്കുന്ന BDJSന് അർഹമായ പരിഗണന മുന്നണിയിലെ പ്രധാന കക്ഷിയായ BJPയിൽ നിന്നും കിട്ടുന്നുണ്ട്. മറിച്ചുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും ഇരുവരും പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ KK സോമൻ, KV അജി, MK പ്രഭാകരൻ, B ഷമിൽ, MK രാജീവൻ, പവിത്രൻ, ശ്രീനിവാസൻ പനക്കൽ എന്നിവരും പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചു. 3 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. കുറുമാത്തൂരിൽ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A. പ്രദീപൻ, കോളയാട് സിജ രാജീവൻ, മാട്ടൂരിൽ അബ്ദുൽ നിസാർ വായ്പറമ്പ് എന്നിവരാണ് മത്സരിക്കുക. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചു. 3 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. കുറുമാത്തൂരിൽ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A. പ്രദീപൻ, കോളയാട് സിജ രാജീവൻ, മാട്ടൂരിൽ അബ്ദുൽ നിസാർ വായ്പറമ്പ് എന്നിവരാണ് മത്സരിക്കുക. LDFന്റെ വിജയത്തിനായി രംഗത്തിറങ്ങാൻ CPI സജ്ജമായി കഴിഞ്ഞുവെന്ന് ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ മുന്നണിയുടെ വിജയത്തിനായി രംഗത്തിറങ്ങുന്നതിനു വേണ്ടി CPI സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അധികാര വികേന്ദ്രീകരണം ഒരു പ്രഖ്യാപിത ഇടതുപക്ഷ നയമായിട്ടാണ് പാർട്ടി കരുതുന്നത്. അധികാരവും വിഭവങ്ങളും താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ LDF വിജയിക്കേണ്ടതുണ്ട്. പ്രതികൂലമായ ഒട്ടേറെ ഘടകങ്ങൾക്കിടയിലും അഭൂതപൂർവമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ LDFന് അനുകൂലമായ സാഹചര്യമുണ്ട്. സംസ്ഥാന സർക്കാരും ജില്ലാ പഞ്ചായത്തും ഏറ്റെടുത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ മികവിലാണ് LDF തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. CPM മത്സരിക്കുന്ന 16 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രഖ്യാപിച്ചിരുന്നു. നടുവിൽ സീറ്റിൽ കോൺഗ്രസ് എസിന്റെ രാജേഷ് മാത്യു ആണ് സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് M, ജനതാദൾ S, NCP, RJD, INL എന്നീ കക്ഷികൾ ഓരോ സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അവരുടെ പേരുകൾ അതാത് പാർട്ടികൾ അടുത്ത ദിവസം പ്രഖ്യാപിക്കും. കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ.
സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. പുതുമുഖങ്ങൾക്ക് മുൻതൂക്കം നൽകി പന്ന്യന്നൂർ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചെമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് 1 നസീർ ഇടവലത്ത്, 2 MP രജനി, 3 KP ലീല ടീച്ചർ, 4 KK ജിനിഷ, 5 ജസീല നൌഷാദ്, 6 CH ഖാദർ, 7 K ശശീന്ദ്രൻ, 8 T സോമനാഥൻ, 9 TP ഉമ്മർ, 10 S നോയ, 11 PM ലീന, 12 KK മണിലാൽ, 13 MK രാജൻ, 14 C രൂപ, 15 M സുജാത, 16 KK മോഹൻകുമാർ എന്നിവരാണ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പന്ന്യന്നൂർ ഡിവിഷൻ P. പ്രസന്ന, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അരയാക്കുൾ ഡിവിഷൻ P. സതി, പന്ന്യന്നൂർ ഡിവിഷൻ KK രാജീവൻ, ചമ്പാട് ഡിവിഷൻ KM രാജേഷ് എന്നിവരും മത്സരിക്കും. ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ അടിമുടി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. ആ സർക്കാർ നടപ്പാക്കുന്ന ഓരോ പദ്ധതികളും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP സർക്കാർ നടപ്പാക്കുന്ന കോർപ്പറേറ്റ് അനുകൂല നയത്തിന്റെ ബദലാണ്. ഇവിടെ ലക്ഷ്യം മുതലാളിക്ക് പണം ഉണ്ടാക്കി കൊടുക്കലില്ല. അവിടെ BJP
ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് കഴിഞ്ഞ 3 തവണയായിട്ട് പ്രധാനമാണ്. ഇന്ന് കേരളത്തിൽ BJPയുടെ പേര് പറഞ്ഞുകൊണ്ട്, RSSന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ വർഗീയ ശക്തികൾ അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തെ ഒരു സമുദായം എന്ന രീതിയിൽ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് കടുത്ത വർഗീയ ചിന്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിനെതിരായി, ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും പ്രവർത്തനത്തിനെതിരായി ഒരു വിമർശനം ഉയർന്നു വരുമ്പോൾ അത് സമുദായത്തിനെതിരായിട്ടുള്ള വിമർശനമാണ്. അഡ്വക്കേറ്റ് കെ ഗോപാലൻ അധ്യക്ഷനായി. ഇ വിജയൻ മാസ്റ്റർ, എ ശൈലജ, VM ബാബു, KK ബാലൻ, KT സമീർ എന്നിവർ സംസാരിച്ചു. താഴെച്ചമ്പാട് സജ്ജീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എ ശൈലജ ഉദ്ഘാടനം ചെയ്തു. കെ ജയരാജൻ, കെ രവീന്ദ്രൻ, അഡ്വക്കേറ്റ് കെ ഗോപാലൻ, KP ശശിധരൻ, KK മണിലാൽ എന്നിവർ പങ്കെടുത്തു. മൊകേരി ഈസ്റ്റ് ഗവൺമെന്റ് UP സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ചിത്രകാരൻ പ്രകാശൻ വയലേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൊകേരി ഗവൺമെന്റ് UP സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രശസ്ത ചിത്രകാരൻ പ്രകാശൻ വയലേരിയുടെ കുഞ്ഞുവരകൾ വർണ്ണവരകൾ എന്ന പരിപാടി നടന്നു. ചാച്ചാജിയുടെയും കുട്ടികളുടെയും ചിത്രം വരച്ചുകൊണ്ട് അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ പ്രദീപ് കോടഞ്ചേരി പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ സ്കൂളിന്റെ ചുമര് ക്യാൻവാസാക്കിക്കൊണ്ട് ചിത്രങ്ങൾ വരച്ചു. ചാച്ചാജിയുടെ ജന്മദിനം വേറിട്ടതാക്കി തലശ്ശേരി MES ബാവ റെസിഡൻഷ്യൽ സ്കൂൾ. ശിശുദിനാഘോഷം റാലിയോടെ വർണ്ണാഭമായി ഇവിടെ ആഘോഷിച്ചു. പ്രിൻസിപ്പൽ നൂറി P റഫീഖ് ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബാൻഡുവാദ്യത്തിന്റെ അകമ്പടിയോടെ ശിശുദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഘോഷയാത്രയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ വേഷപ്രച്ഛന്നരായി വിവിധ സാംസ്കാരിക രാഷ്ട്ര നായകന്മാരെ അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു, ഝാൻസി റാണി, ഐൻസ്റ്റീൻ, സരോജിനി നായിഡു, ഇന്ദിരാഗാന്ധി, CV രാമൻ എന്നീ വേഷപ്പാർച്ചകൾ ശ്രദ്ധേയമായി. കുട്ടികളുടെ യോഗയും പരിപാടിക്ക് മാറ്റുകൂട്ടി.
AG ജസീല, KK സുനിൽ, P അൻവർ, UT സജാദ്, A ലീന, KC ദൃശ്യ, T അമ്പിളി, ചൈതന്യ ചള്ളത്ത്, MC ഷൈന, AB ജസീദ, അശ്വതി സുരേന്ദ്രൻ, TC ജയച എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികൾക്ക് മധുര വിതരണവും ഉണ്ടായി. പാനൂർ നഗരസഭ വാർഡ് 3 NDA സ്ഥാനാർത്ഥി KP സാവിത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. കുറ്റേരി ശ്രീ വൈരിഘാതക ക്ഷേത്രം പ്രസിഡന്റ് രാജലക്ഷ്മി ടീച്ചറെ സന്ദർശിച്ചുകൊണ്ടാണ് പ്രചരണത്തിന് തുടക്കമായത്. പാനൂർ നഗരസഭ വാർഡ് 3 NDA സ്ഥാനാർത്ഥി KP സാവിത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. കൂറ്റേരി ശ്രീ വൈരിഘാതക ക്ഷേത്രം പ്രസിഡന്റ് രാജലക്ഷ്മി ടീച്ചറെ സന്ദർശിച്ച് പ്രചരണം ആരംഭിച്ചത്. നമ്മുടെ NDA സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളിൽ വാർഡിനു വേണ്ടി നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അംഗൻവാടി ആയാലും റോഡുകളായാലും വിവിധ മേഖലകളിൽ പ്രവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്നും ഈ പ്രവർത്തനത്തിന് ജനങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം. അതിനുവേണ്ടി NDA സ്ഥാനാർത്ഥിയായി ഞാൻ തന്നെ മത്സരിക്കുകയാണ്. അതിനുവേണ്ടി ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. BJP ഏരിയ ജനറൽ സെക്രട്ടറി TK രാജേഷ്, വാർഡ് കൺവീനർ മുരളി വടക്കേൽ, KC ബാബു, അജലേഷ്, രഞ്ജിത്ത്, V ദിവ്യ, നിർമ്മല, പ്രഗീത്, TK സുജേഷ്, TK അരുൺ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. കണ്ണങ്കോട് സെന്റർ നമ്പർ 36 അങ്കണവാടിയിൽ വിവിധ പരിപാടികളോടെ ശിശുദിനം ആഘോഷിച്ചു. വിവിധ പരിപാടികളും അരങ്ങേറി. കണ്ണങ്കോട് സെന്റർ നമ്പർ 36 അംഗൻവാടിയിൽ വിവിധ പരിപാടികളോടെ ശിശുദിനാഘോഷം നടന്നു. സാജിദ ടീച്ചർ, വർക്കർ സജില എന്നിവർ നേതൃത്വം നൽകി.
പിണറായി സി മാധവൻ സ്മാരക വായനശാലയുടെ ആഴ്ചയിൽ ഒരു നാട്ടുവർത്തമാനം പരിപാടിയിൽ വയോജനങ്ങൾക്കായി കൂൺ കൃഷിയിൽ പരിശീലനം നൽകി. കൂൺ കർഷകനായ മനോജ് കുമാർ MK ആണ് പരിശീലനം നൽകിയത്. പിണറായി സി മാധവൻ സ്മാരക വായനശാലയുടെ ആഴ്ചയിൽ ഒരു നാട്ടുവർത്താനം പരിപാടിയിൽ വയോജനങ്ങൾക്കായി കൂൺ കൃഷിയിൽ പരിശീലനം നൽകി. കൂൺ കർഷകനായ മനോജ് കുമാർ MK ആണ് പരിശീലനം നൽകിയത്. എന്നിട്ട് വെള്ളം തരാൻ വേണ്ടി വേറൊരു 24 മണിക്കൂർ വെക്കുക. എന്നിട്ട് അത് പിന്നെ പ്ലാസ്റ്റിക് സഞ്ചിയിൽ ഡെറ്റോളിൽ മുക്കിയ പ്ലാസ്റ്റിക് സഞ്ചിയിൽ 2 ഇഞ്ച് കനത്തിൽ തെരിയ പോലെ വെക്കുക. അതിൽ വിത്ത് കുടയുക. വീണ്ടും വിത്ത് 50 രൂപ ഒരു പാക്കറ്റിന്, ഒരു പാക്കറ്റ് കൂടി 2 ബെഡ് ഉണ്ടാക്കാം. ഇത് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. നമ്പർ വേണമെങ്കിൽ ചോദിച്ചാൽ അല്ലെങ്കിൽ കൊണ്ടുത്തരുന്ന ആളുണ്ട്. ആ വിത്ത് അതിൻ്റെ സൈഡിലോട്ട് വിതറിയിട്ട് അങ്ങനെ ഒരു 4-5 ലെയർ ഇട്ടിട്ട് കെട്ടിയിട്ട് 2 ആഴ്ച മാറ്റി വെക്കുക. കാറ്റ് കിട്ടണം, കുറച്ച് വെളിച്ചം പറ്റുള്ളൂ. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞാൽ ഇതിന് ഓർത്ത് കൊടുക്കുക, നനക്കുക. ഒരു മാസത്തിനും കൂടി വീഴും. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് റിട്ടയർഡ് മാനേജർ രാജഗോപാൽ വായനശാലയുടെ യുവജനവേദിക്ക് ക്യാരം ബോർഡ് സംഭാവന നൽകി. യുവജനവേദി ഭാരവാഹികളായ VK അഭിനന്ദ്, V അജു എന്നിവർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ, വയോജനവേദി കൺവീനർ E രാജൻ, KK സനൽകുമാർ എന്നിവർ സംസാരിച്ചു. LDF പിണറായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ പിണറായി RC അമല സ്കൂളിൽ നടന്നു. CPIM പിണറായി ഏരിയ സെക്രട്ടറി K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. LDF പിണറായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ പിണറായി RC അമല സ്കൂളിൽ നടന്നു. CPIM പിണറായി ഏരിയ സെക്രട്ടറി K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. CPIM മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗം CN ഗംഗാധരൻ അധ്യക്ഷനായി. K അനുശ്രീ, KK രാജീവൻ, AP മോഹനൻ എന്നിവർ സംസാരിച്ചു. LDF പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായി TN ഗംഗാധരനെ പ്രസിഡന്റായും, T സുധീർ, കോങ്കി രവീന്ദ്രൻ, A പ്രഭാകരൻ, കുര്യൻ രാജൻ, M വസന്ത എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, KK രാജീവനെ സെക്രട്ടറിയായും, M മഹേഷ് കുമാർ, B ലീല, കാക്കോത്ത് രാജൻ, C നന്ദനൻ, K പ്രസാദൻ, MP മോഹനൻ, C പ്രദീപൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനുമുള്ള കമ്മിറ്റി രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് നാം എല്ലാവരും ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP നേതാവ് പ്രതിയായ പാലത്തായി പീഡനക്കേസിൽ തലശ്ശേരി പോക്സോ അതിവേഗ കോടതി ജഡ്ജി ജലജ റാണിയാണ് BJP നേതാവും അധ്യാപകനുമായ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. മാഹിയിലെ കുട്ടികൾക്ക് ഉന്നത പഠനവും ജോലിയും ഉറപ്പാക്കാൻ മുൻകൈയെടുക്കുമെന്ന് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K കൈലാസനാഥൻ. സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ ഉടൻ നിയമിക്കുമെന്നും ലഫ്റ്റനന്റ് ഗവർണർ. ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കലക്ട്രേറ്റ് മൈതാനത്ത് നിന്ന് ആരംഭിച്ച റാലി സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരന്നു. തലശ്ശേരി നഗരസഭയിൽ ഉൾപ്പെടെ NDAക്ക് നല്ല വിജയസാധ്യതയുണ്ടെന്ന് BDJ സംസ്ഥാന സെക്രട്ടറി E മനീഷ്. കണ്ണൂർ ജില്ലയിൽ മത്സരിക്കാൻ തീരുമാനിച്ച BDJ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.